ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് വളരെ പോപ്പുലറായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. പഴംപൊരി. ഇത് ഉണ്ടാക്കാൻ അറിയാത്ത ഒരാളും കാണില്ല, എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം ഇത്. പക്ഷെ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ്. നമുക്ക് നോക്കിയാലോ. ഇവിടെ ഞാൻ ഇതിനു വേണ്ടി 1 ഗ്ലാസ് പച്ചരി, അതായത് ദോശയോ ഇഡലിയോ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പച്ചരിയില്ലേ, അത് ഞാൻ 1 ഗ്ലാസ് പച്ചരി 3 മണിക്കൂറോളം കുതിർത്തെടുത്തതാണ്. അത് നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ആദ്യം അരി ഒന്ന് കറക്കിയെടുക്കാം മിക്സിയിലിട്ട്. ഇത് കുറച്ച് നമ്മൾ മിക്സിയിലിട്ട് കറക്കിയെടുത്തു. ഇനി ഇതിലേക്ക് വേറെ എന്തെല്ലാം സാധനങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് നോക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം, അതുപോലെ തന്നെ പുഴുങ്ങലരിയുടെ ചോറ്, അത് ഏകദേശം 2 ടേബിൾ സ്പൂണോളം, നല്ലവണ്ണം 2 വലിയ ടേബിൾ സ്പൂണോളം പുഴുങ്ങലരിയുടെ ചോറ്, അതുപോലെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കുന്നു. ഇതെല്ലാം കൂടി നമ്മളൊന്ന് അരച്ചെടുക്കുന്നു. മിക്സിയിൽ നല്ല സ്മൂത്തായിട്ട് ഇത് അരച്ചെടുക്കുന്നുണ്ട്. ഈ അരച്ചെടുത്ത മാവ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നു. നല്ല സ്മൂത്തായിട്ട് വേണം അരച്ചെടുക്കാൻ. ഇതിലേക്ക് ഞാൻ നോക്കുമ്പോൾ കുറച്ച് പഞ്ചസാര, മധുരം കുറവായിട്ട് തോന്നി. ഞാൻ വീണ്ടും 1 ടീസ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 1 നുള്ള് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നു. കൂടാതെ 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു പഴംപൊരി ഉണ്ടാക്കുമ്പോൾ അതിനൊരു കളറ് കിട്ടാൻ വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്യണം. ഇതിൻ്റെ കൺസിസ്റ്റൻസി അധികം ലൂസാവാനും പാടില്ല, അതുപോലെ തന്നെ അധികം തിക്കാവാനും പാടില്ല. ഇങ്ങനെ ആയിരിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കേണ്ടത്. നന്നായി ഇളക്കി യോജിപ്പിക്കണം ഈ മാവ്. ഇത്രയും ലൂസാവാനേ പാടുള്ളൂ, നന്നായി ലൂസാവാൻ പാടില്ല. ഇതിലേക്ക് ഞാൻ 1 നുള്ള് സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു നിർബന്ധവുമില്ല, അല്ലാണ്ട് തന്നെ ഈ പഴംപൊരി വളരെ സോഫ്റ്റ് ആയിരിക്കും. നമുക്ക് പഴംപൊരി ഉണ്ടാക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെക്കാം. ഇവിടെ ഞാൻ വലിയൊരു നേന്ത്രപ്പഴം, അധികം പഴുക്കാത്ത നേന്ത്രപ്പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ എണ്ണ ചേർത്ത് കൊടുക്കുന്നു. ഇതിലേക്ക് ഓരോ പഴത്തിൻ്റെ കഷ്ണങ്ങളും, അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളും എടുത്ത് കൂട്ടിൽ മുക്കി നമ്മൾ വറുത്തെടുക്കുന്നു. ഓരോന്നായി ചേർത്ത് കൊടുക്കുന്നു. ഇത് സൗത്ത് ഇന്ത്യയിലെ വളരെ പോപ്പുലറായ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ഈവനിങ് സ്നാക്കായിട്ടും മറ്റും ഉപയോഗിക്കുന്ന വളരെ പോപ്പുലറായ ഒരു പലഹാരമാണ്. ഇത് സൗത്ത് ഇന്ത്യയിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. കന്നഡയിൽ ബലേക്കായ് ബജി എന്നും തമിഴിൽ വാഴക്കായ് ബജി എന്നും അറിയപ്പെടുന്നു. ഇതിങ്ങനെ തിരിച്ചു മറിച്ചിട്ട് മൊരിച്ചെടുക്കണം. എല്ലാവരും ഇത് മൈദയിലാണ് ട്രൈ ചെയ്യാറുള്ളത്. ഞാനിവിടെ അരി അരച്ചാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൽ മുട്ടയോ വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. ചിലർ അരി അരച്ച കൂട്ടെല്ലാം ഒഴിച്ചുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതുണ്ടാക്കാൻ ആവശ്യമുള്ളൂ. ഇത് നല്ല ക്രിസ്പിയും സോഫ്റ്റുമായ നല്ലൊരു സ്നാക്കാണ്. കഴിക്കാൻ നല്ല സ്വാദായിരിക്കും. പഞ്ചസാര ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പഞ്ചസാര ഇടണം തന്നെ ആവശ്യമില്ല, എന്നാലും കുറച്ച് ഇട്ട് കൊടുക്കാം. ഓരോന്നായി നല്ല മൊരിച്ച് കോരിയെടുക്കും.
ഇനി ഒന്നുകൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അടുത്തതും ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഇത് ചായയുടെ കൂടെയോ കാപ്പിയുടെ കൂടെയോ വൈകുന്നേരം ഉണ്ടാക്കിയാൽ ചൂടോടെ കഴിക്കാൻ വളരെ സ്വാദായിരിക്കും. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും ഏതാണ്ട് കുക്കായി കഴിഞ്ഞു. ഇങ്ങനെ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇത് ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് ഉള്ളത്. അരി കുതിർത്ത് വെക്കുന്ന സമയം മാത്രമേ നമുക്ക് ഓർക്കേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം പെട്ടെന്ന് ആഡ് ചെയ്ത് ചെയ്യാൻ പറ്റിയ ജോലി മാത്രമേ ഉള്ളൂ. ഇതിലൊരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ല കളറ് മറ്റും കിട്ടിയിട്ടുണ്ട്. വളരെ ക്രിസ്പിയും സോഫ്റ്റുമായ പഴംപൊരി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഒരു പഴംപൊരി ഞാനിവിടെ പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. ഇതാ കവറിങ്ങും ഉള്ളിലുള്ള ഇതെല്ലാം ഭംഗിയായി കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ഇടാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.